ഏവരെയും ഞെട്ടിച്ചതാണ് ആലപ്പുഴ കളർക്കോട്ടെ അപകടം. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ റോഡ് അപകടങ്ങളെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കേണ്ടി വരുന്നതും. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന ആശ്വാസകരമായ വിവരം വരികയാണ്. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ്. ഗുരുതരാവസ്ഥയിലുള്ള എടത്ത് സ്വദേശി ആൽവിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആയുഷ് ഷാജി, ദേവനന്ദൻ എന്നിവരുടെ സംസ്കാരവും ഇന്ന് നടന്നു. അപകടത്തിൽപ്പെട്ട കാറിന്റെ ഉടമ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപിൽ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. ശരത് SS ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശരത്, ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരാളെ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? വിനീത, വിദ്യാർത്ഥികളുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശ്വാസകരമായ ചില വാർത്തകളാണ്. അതായത് 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ ബോർഡ് പുറത്തുവിട്ടിട്ടുള്ളത്. രാവിലെയും വൈകിട്ടും മെഡിക്കൽ ബോർഡ് ഇവരുടെ ആരോഗ്യനില വിലയിരുത്തുന്നുണ്ട്. നിലവിൽ ആൽവിൻ മാത്രമാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. ആൽവിനെ അതീവ ഗുരുതരാവസ്ഥയിലായ സാഹചര്യത്തിൽ ഇപ്പോൾ എറണാകുളത്തേക്ക് ഇന്ന് രാവിലെ മാറ്റുകയുമുണ്ടായി. വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ ആവശ്യമായ ഘട്ടത്തിലാണ് എറണാകുളത്തേക്ക് മാറ്റിയത്. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആൽവിൻ ചികിത്സയിലുള്ളതെങ്കിലും ഈ വിദഗ്ധ സംഘത്തിന്റെ കൂടി നിരീക്ഷണത്തിലായിരിക്കും ചികിത്സ തുടരുക. ആൽവിന്റെ ആരോഗ്യ പുരോഗതി ഇത്തരത്തിൽ വിദഗ്ധ സംഘം തന്നെ വിലയിരുത്തുകയും ചെയ്യും. ഒപ്പം ഈ 4 വിദ്യാർത്ഥികൾ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കൃഷ്ണദേവ് എന്ന ചേർത്തല സ്വദേശി കൃഷ്ണദേവിന്റെ തലച്ചോറിന് ശസ്ത്രക്രിയ നേരത്തെ കഴിഞ്ഞതാണ്. ഒപ്പം കൊല്ലം സ്വദേശി ആനന്ദ് മനുവിനെ നേരത്തെ വെന്റിലേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തെ വിദ്യാർത്ഥിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നു. ഒപ്പം വാഹനം ഓടിച്ച ഹരിശങ്കറും മറ്റൊരു വിദ്യാർത്ഥിയും കൂടിയാണുള്ളത്. അവർക്ക് 2 പേർക്കും ഗുരുതരമായ പരിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 4 വിദ്യാർത്ഥികളിൽ ഗുരുതര പരിക്കുള്ള ആൽവിൻ മാത്രമാണ് ഇപ്പോൾ ഗുരുതരമായി ചികിത്സയിൽ തുടരുന്ന ഇത്തരത്തിൽ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റു വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ എന്തായാലും പുരോഗതിയുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രധാനമായും ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഈ വാഹനം വാടകയ്ക്ക് നൽകിയതാണോ എന്നുള്ളതാണ് സംശയം. കാരണം ഈ വാഹനം ഏത് ഘട്ടത്തിലാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് എന്നുള്ളത് പരിശോധിക്കുന്നു. ഈ വാഹനോടമയായ ഷമീം ഖാൻ ഇത്തരത്തിൽ വാഹനം നേരത്തെ പല ഘട്ടങ്ങളിൽ വാടകയ്ക്ക് നൽകിയെന്ന ചില കണ്ടെത്തലുകൾ കൂടി അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് വാടകയ്ക്ക് നൽകിയതാകാമെന്ന സംശയമുണ്ട്. അക്കാര്യം കൂടി സ്ഥിരീകരിക്കാനുള്ള നടപടികൾ അന്വേഷണ സംഘം സ്വീകരിക്കുന്നുണ്ട്. പ്രധാനമായും ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ കൂടി മൊഴി രേഖപ്പെടുത്തി എങ്ങനെയാണ് ഇവർ വാഹനം വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നടത്തും. നേരത്തെ വാഹനോടമയായ ഷമീൻ ഖാൻ പറഞ്ഞത് താൻ വാഹനം വാടകയ്ക്കല്ല നൽകിയത്, ഈ മുഹമ്മദ് ജബ്ബാറിന് പരിചയമുള്ളത് കൊണ്ടാണ് വാഹനം നൽകിയത് എന്നുള്ളതാണ്, വാടകയ്ക്കല്ല എന്നും പറയുകയുണ്ടായി. പക്ഷേ അക്കാര്യം കൂടി അന്വേഷണ സംഘം എന്തായാലും ഈ മൊഴികളിലൂടെ തന്നെ ഉറപ്പുവരുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇത്തരത്തിൽ വാഹനോടമ ഷമീം ഖാനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കൂടി ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ കണ്ടെത്താൻ കൂടി എന്ന അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും അപകടങ്ങൾ പതിവാണ്. പ്രത്യേകിച്ച് കരുവാറ്റ, പുറക്കാട് മേഖലയിലൊക്കെ തന്നെ അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമിടങ്ങളിലൊക്കെ തന്നെ വേണ്ട നടപടികളും സ്വീകരിക്കാൻ ഒരുപക്ഷെ അന്വേഷണ സംഘം നീങ്ങിയേക്കും. അതിനുള്ള കൂടി വിവരങ്ങൾ അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിനീത.